സർവ്വ മനുഷ്യരും സ്വപ്നം കാണുന്നവരാണ്. അതിന് ബാല്യമോ കൗമാരമോ യൗവനമോ വാർദ്ധക്യമോ ഇനി സന്യാസത്തിലേക്ക് കടക്കുന്നവരോ പോലും സ്വപ്നത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സ്വപ്നമില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? എന്നാൽ സമൂഹത്തിലെ ചിലർ തൻ്റെ സ്വപ്നങ്ങളെ നിരന്തരം എന്നോണം ഉടച്ചു വാർത്ത് ഒരു മൂശാരിയുടെ വൈഭവത്തോടെ മിനുക്കി മിനുക്കി തൻ്റെ ജീവിതത്തെ സ്വപ്നതുല്യമായി ജീവിച്ചു പോകുന്നവരുണ്ട്. സ്വപ്നത്തിലൂടെ ജീവിച്ചു പോകുന്നവരുണ്ട്. അത്തരക്കാരിൽ ഒരാളായി ജീവിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിന് കഴിയാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കഴിയാത്തത്? നമ്മൾ പലരും സ്വാർത്ഥരാണ്. സ്വാർത്ഥത നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നത് കൊടുത്തും കാലം നമുക്ക് അങ്ങനെ സ്വപ്നതുല്യമായ ജീവിതം നയിക്കാനാവില്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കേൾവികൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന അറിവുകളെ മുഴുവൻ നമ്മൾ സ്വാർത്ഥമായി ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് പകരാൻ ശ്രമിക്കാറില്ല. നമ്മൾ കൊണ്ടും കൊടുത്തും ജീവിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പങ്കുവച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വപ്നതുല്യമായ ജീവിതം സാധ്യമാകൂ എന്ന് നാം തിരിച്ചറിയേണ്ട കാലം കടന്നുപോയിരിക്കുന്നു. ഇനിയെങ്കിലും നാം പങ്കുവച്ച് ജീവിക്കുക.